الحمدلله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമ്മാനം റെഡിയാണ്. വേഗത്തിൽ ഒരു പരീക്ഷ പോലെ ഞാൻ ചില കിതാബുകളുടെ പേര് പറയും, അല്ലെങ്കിൽ മുഅല്ലിഫുകളുടെ പേര് പറയും. കയ്യിലുള്ള നോട്ട് ബുക്കിൽ അതാരെഴുതിയതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏത് കിതാബാണ് നമ്മളിവിടെ പഠനത്തിൽ അവലംബിക്കുന്നത് എന്ന് വേഗത്തിലൊന്ന് എഴുതുക. ഒരു 4-5 പേരുടെ പേര് വേഗത്തിൽ പറയാം. എല്ലാത്തിനും മറുപടി എഴുതുന്നവർക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങല്ലേ? മനസ്സിലായോ? ഒന്നുകിൽ കിതാബിൻ്റെ പേര് ഞാൻ പറയും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയ ഗ്രന്ഥകാരൻ്റെ പേര് എഴുതണം. അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ്റെ പേര് ഞാൻ പറയും, അപ്പോൾ നിങ്ങളവിടെ എന്തെഴുതണം? നമ്മളിവിടെ പഠനത്തിൽ ആ വ്യക്തിയുടെ അവലംബിക്കുന്ന ഗ്രന്ഥം ഏതാണ് എന്നുള്ളത് എഴുതുക. റെഡിയല്ലേ? ഒന്നാമത്തത് അൽ കാഫി. ഒന്നാമത്തത് അൽ കാഫി. രണ്ടാമത്തത് മുസന്നഫ്. മുസന്നഫ്. മൂന്നാമത്തെ ഇബ്നുൽ മുൻദിർ. മൂന്നാമത്തത് ഇബ്നുൽ മുൻദിർ. മൂന്നെണ്ണം മതി അല്ലേ? ഇത് മൂന്നും എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ഉത്തരം എഴുതിയവർ നോക്കട്ടെ. ഒന്നാമത്തെ എന്താ എഴുതിയത്? കാഫി, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ്. രണ്ടാമത്തത് മുസന്നഫ്, ഇബ്നു അബി ഷൈബ ബറക്കല്ലാഹ്. മൂന്നാമത്തത് ഇബ്നുൽ മുൻദിറിന്റെ ഏത് കിതാബ് എഴുതിയത്? ഉറക്കെ പറയും, കേട്ടില്ല. പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. അൽ ഔസത്ത് അല്ലേ? അതെ, ബറക്കല്ലാഹ്. നമ്മൾ കിതാബിലേക്ക് കടക്കാം അല്ലേ? ബിസ്മില്ലാ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതുവരെയാണ്. നജിസാകുന്ന വെള്ളത്തിൻ്റെ മൂന്നാമത്തെ ഇനം. വെള്ളം 3 ഇനങ്ങളുണ്ടെന്ന് പറഞ്ഞു: തൊഹൂറും, താഹിറും, നജിസും. അപ്പം നജിസിനെ പറ്റി നമ്മൾ അതിലെ പ്രധാനപ്പെട്ട മസലകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ പറയാൻ പോകുന്ന വിഷയം എന്നുള്ളത്, നമ്മൾ പറഞ്ഞു നജിസ് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിൽ വരുന്ന വിഷയം ഈ ഖലീലും കസീറും തമ്മിലുള്ള വേർതിരിവ്. അതിൻ്റെ അടിസ്ഥാനം വാബിത്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് കുല്ലത്തൈനാണ്, 2 കുല്ലത്തുകളാണ്. അപ്പം എന്താണ് കുല്ലത്ത്? അതിൻ്റെ എങ്ങനെയാണത് നമുക്ക് അളക്കാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത്. വൽ കസീറു, കസീർ എന്നാൽ കുല്ലത്താനി, 2 കുല്ലത്തുകൾ. മിൻ ഖിലാലി ഹജർ തഖരീബൻ. ഹജർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിർമ്മിക്കപ്പെടുന്ന ഒരു പാത്രത്തിൻ്റെ പേരാണെന്ത്? കൊല്ലത്ത് എന്നുള്ളത്. അങ്ങനത്തെ 2 കൊല്ലത്തുകൾ
എന്നുവെച്ചാൽ അത് അന്നത്തെ കാലത്ത് അതെല്ലാവർക്കും അറിയപ്പെടുന്നൊരു കാര്യം. ഇന്നത്തെ നമ്മൾ കിലോഗ്രാം, ലിറ്റർ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ നാഴി അല്ലെങ്കിൽ പറ, അങ്ങനെ പല അളവുകളുണ്ടല്ലോ. അതുപോലെ അന്നത്തെ കാലത്ത് എന്താ പറയുക, അറിയപ്പെടുന്ന ഒരു പാത്രമാണ് അല്ലെങ്കിൽ ഒരു അളവാണെന്ത്, ഈ കൊല്ലത്തെയും അല്ലെങ്കിൽ കിലാലു ഹജർ. ഹജർ എന്ന് പറയുന്ന അവിടെ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന ഈ പാത്രത്തിൻ്റെ അളവ് അത് അറിയപ്പെട്ടൊരു അളവാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്നൊരു അളവ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ചുരുക്കം. ഹജർ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന പാത്രം, കൊല്ലത്ത്, അങ്ങനെയുള്ള 2 കൊല്ലത്തുകൾ, അതാണ് കസീറാകുന്ന അളവ്. വൽ യസീറു മാ ദൂനഹുമ, കസീർ അല്ലാത്ത ഖലീൽ എപ്പോഴാവുക, അതിനേക്കാൾ കുറച്ച്. അപ്പോൾ കൊല്ലത്തേനെത്തി, കൊല്ലത്തേനേക്കാൾ കൂടുതലും ആയിക്കഴിഞ്ഞാൽ കസീറാണ്. കസീറിനുള്ള പ്രത്യേകതകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യത്യാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ കൊല്ലത്തേന് എത്തിയിട്ടില്ല, അത്രയും വെള്ളമില്ല എങ്കിൽ അത് ഖലീലാണ് അല്ലെങ്കിൽ യസീറാണ്. അത് ഖലീലായിട്ടുള്ള വെള്ളമാണ്. അവിടെ ഷർഹിൽ പറയുന്നു, വൈന്നമാ ഹുസ്സത്തിൽ ഖുല്ലതാനി ബിഖിലാലി ഹജർ ലിവുറൂദിഹി ഫി ബഅദി അൽഫാദിൽ ഹദീസ്. ഇവിടെ ഖിലാലു ഹജർ, ഹജർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന പാത്രം, അതിൻ്റെ അളവ് എന്ന് പ്രത്യേകം വേർതിരിച്ച് പറയാനുള്ള കാരണം, ഈ ഒരു ലഫ്ള് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഹദീസിന്റെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വലിയന്നഹ കാനത്ത് മഷ്ഹൂറത്ത സിഫ മഅലൂമത്തൽ മിഖ്ദാർ. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ രൂപവും അതിൻ്റെ അളവൊക്കെ അന്നത്തെ കാലത്ത് അറിയപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവരുടെ ഇടയിൽ വ്യാപകമായി നിലനിന്നിരുന്നൊരു കാര്യമാണ്. നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ലിറ്ററും കിലോഗ്രാമൊക്കെ നിലനിൽക്കുന്നത് പോലെ അന്ന് എല്ലാവർക്കും ഇടയിൽ വ്യാപകമായി നിലനിന്നിരുന്നൊരു അളവാണ്. എല്ലാവർക്കും കൃത്യമായി അളവ് അറിയുന്നൊരു മാർഗമാണ്. അളവ് തൂക്കാൻ കൃത്യമായി നിശ്ചയിക്കാനുള്ളൊരു മാനദണ്ഡമാണ് ഈ കൊല്ലത്തീൻ എന്നുള്ളത്. അപ്പോൾ അതിവിടെ കൊടുക്കുന്ന ഖാല ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ് പറയാണ്, റഅയ്തു ഖിലാല ഹജർ ഫറഅയ്തുൽ ഖുല്ലത 9 ഖിർബതൈനി വശൈആ. ഇബ്നു ജുറൈജ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പറയാണ്, ഞാൻ ഈ ഖിലാലു ഹജർ എന്ന് പറയുന്ന ഈ ഒരു അളവ്, ആ പാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പാത്രം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ കൊല്ലത്തില്ല. ശ്രദ്ധിക്കണം, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കൊല്ലത്ത് വ്യാപകമായിട്ടുള്ളത്. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ആ അളവ് മാറി. പിന്നെ അദ്ദേഹം പറയുന്നു, ഫറഅയ്തുൽ ഖുല്ലത 9 ഖിർബതൈനി വശൈആ. ഖിർബത്ത് ഈ 2 ഖിർബത്തും, ഫറഅയ്തുൽ ഖുല്ലത തസഉ ഖിർബതൈനി വശൈആ, 2 ഖിർബത്തും പിന്നെ കുറച്ച് കൂടുതൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഖിർബത്ത് എന്നുള്ള അളവിലേക്ക് മാറി. എന്നുവെച്ചാൽ കൊല്ലത്ത് എന്നുള്ള അളവ് ഖിർബത്ത് എന്നുള്ള അളവിലേക്ക് മാറി. 1-2 ജനറേഷൻ കഴിയുമ്പോഴേക്കും അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഖിർബത്ത്, അങ്ങനെയുള്ള 2 ഖിർബത്തുകളും കുറച്ച് എക്സ്ട്രാ, രണ്ടിനേക്കാൾ കുറച്ച് കൂടുതൽ, അങ്ങനെയാണ് എന്തു വരിക, ഒരു കൊല്ലത്ത് വരിക. ഒരു കൊല്ലത്ത് എന്ന് പറയുമ്പോൾ 2നേക്കാൾ കൂടുതൽ ഖിർബത്ത് വരും എന്ന് ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ് പറയാം. അപ്പൊ ഈ ഒരു അസറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ഈ ഒരു ഇബ്നു ജുറൈജ് റഹിമഹുല്ലയുടെ വിശദീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ ഇവിടെ പറയുന്നു, വൽ ഇഹ്തിയാതു ഐ യജ്അല ശൈഅ നിസ്ഫ. ഈ 2നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞില്ലേ, ഈ കൂടുതൽ എന്നുള്ളതിനെ ഏറ്റവും നല്ലത്, സൂക്ഷ്മതയ്ക്ക് നല്ലത് ഈ 2നെ ഇല്ലെങ്കിൽ ഈ കൂടുതലിനെ അരയാക്കലാണ്. അപ്പോൾ ഒരു കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയായി? 2.5 ഖിർബത്തായി. ഒരു കൊല്ലത്ത് 2.5 ഖിർബത്തായി. ഫകാനത്തിൽ കൊല്ലത്താനി 5 ഖിറബിൻ തഖരീബൻ. അപ്പോൾ 2 കൊല്ലത്ത് പറയുമ്പോൾ എത്രയായി?
രണ്ടരയും രണ്ടരയും 5 ആയി. 5 ഖിറബായി. 5 ഖിറബായി. ഇനി ഖിർബത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? വൽ ഖിർബത്തു 100 റത്തലിൻ ബിൽ ഇറാഖി. ഇറാഖിലുള്ള റത്തൽ, പണ്ട് കാലത്തൊക്കെ ഉണ്ട് റാത്തൽ എന്നൊക്കെ പറയാം. അപ്പോൾ ഇറാഖിലുള്ള 100 റാത്തലാണ് ഒരു ഖിർബത്ത്. ഇറാഖിലുള്ള 100 റാത്തലാണ് ഒരു ഖിർബത്ത്. വർ റത്തലുൽ ഇറാഖിയു 90 മിസ്ഖാല. ഇറാഖിലെ റാത്തൽ എത്രയാ? അത് 90. ഒരു റാത്തൽ 90 മിസ്ഖാലാണ്. 90. ഇതൊക്കെ അളവുകളാണ്, നമുക്കതൊന്നും അറിയില്ല. നമുക്കറിയുന്നത് ഗ്രാം, കിലോഗ്രാം, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, ഇതൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ അത് പണ്ട് കാലങ്ങളിൽ വളരെയധികം വ്യാപകമായിട്ടുള്ള അളവുകളാണ് എന്ത്? ഈ മിസ്ഖാല്, റത്തല്, ഖിർബത്തൊക്കെ. കൊല്ലത്ത് കുറച്ചുകൂടി മുമ്പുണ്ടായത്, അത് പിന്നെ അത് അവസാനിച്ചു പോയി. അത് പിന്നെ ആരും ഉപയോഗിക്കാതെ. പക്ഷെ ഹദീസിൽ അത് അങ്ങനെ വന്നതുകൊണ്ട് ആളുകൾ അതെന്ത് ചെയ്യണം? എത്രയാണ് അതിൻ്റെ അളവെന്ന് മനസ്സിലാക്കാനാണ് ഈ 2.5 ഖിർബത്ത് ഒരു കൊല്ലത്താണ് എന്നുള്ള വിശദീകരണമൊക്കെ പറഞ്ഞു തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നു വഹുമാ 500 റത്തലിൻ ബിൽ ഇറാഖ്. ചുരുക്കി പറഞ്ഞാൽ ഇറാഖിലെ റാത്തൽ വെച്ച് അളക്കുകയാണെങ്കിൽ എത്ര? 500 റാത്തൽ വരും. 500 റാത്തൽ വരും. 500 റാത്തലും വസമാനൂന റത്തലൻ വ സുബ്ആനി വനിസ് സുബ്ഇൻ റത്തൽ ബിൽ ഖുദ്സി. എന്നുവെച്ചാൽ ഖുദ്സിലുള്ള റത്തൽ 2 തരം റത്തലുണ്ട്. റാത്തൽ 2 അളവുണ്ട്, ഇറാഖിലെയും ഖുദ്സിലെയും. ഇറാഖിലെ അളവ് വെച്ചിട്ടാണെങ്കിൽ 500 റാത്തലും ഖുദ്സിലെ അളവ് വെച്ചിട്ട് റാത്തൽ വെച്ചിട്ടാണെങ്കിൽ 80 റാത്തലും പിന്നെ 7 1/7 എന്ന് പറയുന്ന അളവ് സുബ്. അങ്ങനത്തെ 2 1/7 ഒരു 1/7 പകുതി. ഒരു എന്താ പറയുക, കുറച്ച് കടുകട്ടിയായിട്ടുള്ള കണക്കാണ്, കട്ടിയായിട്ടുള്ള കണക്കാണ് അത് അളവിൽ. മസാഹത്തുഹുമ, അതിൻ്റെ അളവ്, അതിൻ്റെ വീതി എന്നുള്ളത്, അതിൻ്റെ എന്താ പറയുക വലിപ്പം എന്നുള്ളത് ദിറാഉൻ വ റുബുഉൻ, 1.25 മുഴം. എളുപ്പത്തിൽ മനസ്സിലാകാൻ ഇവിടെ പറയാണ്. വലിപ്പത്തിൽ അതിൻ്റെ അളവ് എന്നുള്ളത് 1.25 മുഴം. ഒരു മുഴം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടം മുതൽ ഇവിടം വരെ അല്ലേ? 1.25 മുഴം നീളവും 1.25 മുഴം വീതിയും 1.25 മുഴം ആഴവും. 1.25 മുഴം വീതി, 1.25 മുഴം നീളം, 1.25 മുഴം ആഴം. അങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ മൊത്തം വെള്ളം നിറച്ചാൽ എത്ര വെള്ളം ഉണ്ടാവും? അതാണെന്ത്? 2 കൊല്ലത്തെ. അതാണ് 2 കൊല്ലത്തെ. ഈ കണക്കുകൾ റാത്തലും മിസ്ഖാലൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർക്ക് എളുപ്പമുള്ള രൂപത്തിൽ വിശദീകരിച്ചു തരാം. 1.25 മുഴം കണക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഒരു അളവിൽ നീളത്തിലും വീതിയിലും ആഴത്തിലും ഒരു കുഴി കുഴിക്കാം. അതിൽ മൊത്തം വെള്ളം നിറച്ചാൽ എത്ര ഉണ്ടാവും? അത്രയാണെന്ത്? 2 കൊല്ലത്തെ. 2 കൊല്ലത്തെ. അത് എത്രയാണ് ഇന്നത്തെ കാലത്ത് ലിറ്ററിൽ എന്നുള്ളതിൽ എന്താ പറയുക, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഒരു റാത്തൽ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാണ്, എത്ര ലിറ്റർ ആണെന്നുള്ളത് കണക്കാക്കുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ അത് കണക്കാക്കാൻ സാധിക്കുന്നൊരു അളവാണെന്ത്? ഈ വലിപ്പത്തിൻ്റെ അളവ്. 1.25 മുഴം മനസ്സിൽ കരുതിയാൽ മതി. അത് നീളവും വീതിയും ആഴവും ഒക്കെ 1.25 മുഴം. അത്രയും വലിപ്പത്തിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ മൊത്തം വെള്ളം നിറച്ചാൽ, വെള്ളം നിറയ്ക്കാൻ എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളമാണ് 2 കൊല്ലത്തെന്ന് പറയുന്ന വെള്ളം. فإذا كان الماء الطهور كثيرا ولم يتغير بالنجاسة فهو طهور
വലൗ മഅ ബഖാഇഹാ ഫീഹി. ശ്രദ്ധിക്കണം, വെള്ളം തൊഹൂർ ആയിട്ടുള്ള വെള്ളം കസീറാണ്, കൊല്ലത്തതിനേക്കാളും കൂടുതലുണ്ട്. അതിൽ നജസ് വീണു. ഇപ്പോൾ പല കിണറിലും എലി ചത്ത് വീഴാറുണ്ട്, പൂച്ച ചത്ത് വീഴാറുണ്ട്, നജസാണ്. അപ്പം ഇങ്ങനെ ചത്തത് അങ്ങനെ വീണ് കഴിഞ്ഞു, പക്ഷെ അതുകൊണ്ട് മാറ്റം ഉണ്ടായില്ല, തകയ്യുറുണ്ടായിട്ടില്ല, നിറം മാറിയിട്ടില്ല, രുചി മാറിയിട്ടില്ല, മണം മാറിയിട്ടില്ല, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഫഹുവ തൊഹൂറുൻ, ആ വെള്ളം തൊഹൂറാണ്. ആ വെള്ളം തൊഹൂറാണ്. എങ്ങനെയാണെങ്കിൽ മാത്രം കൊല്ലത്തതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ, കൊല്ലത്തതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ. വലൗ മഅ ബഖാഇഹാ ഫീഹി. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നജിസ് അതിൽ തന്നെ ബാക്കിയായിട്ടുണ്ടെങ്കിലും, ആ നജിസ് അതിൽ തന്നെ ബാക്കിയായിട്ടുണ്ടെങ്കിലും അത് തൊഹൂറാണ്. എന്ത് തെളിവെന്താ? നേരത്തെ എൻ്റെ തെളിവ് പറഞ്ഞു. ഏത് ഹദീസാണ്? ബിഅ്റു ബുദാഅ അല്ലേ? ബിഅ്റു ബുദാഅ. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് എന്താ? ആ കിണറിൽ ഇങ്ങനെ പല വൃത്തികേടുകളും വന്ന് വീഴുന്നുണ്ട്. ഹൈദിന്റെ രക്തം ബാധിച്ച തുണികൾ, തുണിക്കഷ്ണങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ പട്ടിയുടെ മാംസത്തിന്റെ കഷ്ണങ്ങളുണ്ട്. മറ്റു പല വൃത്തികേടുകൾ അതിൽ വന്ന് വീഴുന്നുണ്ട്. അതൊക്കെ അതിലുണ്ട്, അതൊക്കെ അതിലുണ്ട്. പക്ഷെ വലിയ കിണറാണ്, കൊല്ലത്തേനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. എന്ന് മാത്രമല്ല, ഈ നജസ്സുകൾ വന്ന് വീണിട്ട് അതിലെന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഔസാഫുകൾക്ക്, നിറത്തിനോ മണത്തിനോ രുചിക്കോ മാറ്റം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ നജസ് അതിൽ ഉണ്ടെങ്കിൽ പോലും ആ വെള്ളം എന്താണ്? തൊഹൂറാണ്. ആ വെള്ളം തൊഹൂറാണ്. വൈൻ ശക്ക ഫീ കസറത്തിഹി. ഇനിയിപ്പോൾ നമുക്കൊരു വെള്ളം കാണുമ്പോൾ സംശയം തോന്നുകയാണ്, ഇത് കസീറാണോ ഖലീലാണോ? അങ്ങനെ ഒരു വെള്ളത്തിലാണ് നജിസ് വന്ന് വീഴുന്നതെങ്കിലോ ഫഹുവ നജിസുൻ, അത് നജിസാണ്. നമുക്ക് സംശയമാണ്, അത് കസീറാണോ ഖലീലാണോ, ഉറപ്പില്ല. കസീറാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ നജിസായിട്ടാണ് കണക്കാക്കേണ്ടത്. ലിഅന്നൽ അസ്ല കൗനുഹു ദൂനൽ കൊല്ലത്തിന്. കാരണം അസ്ൽ എന്നുള്ളത് കൊല്ലത്തേനേക്കാളും കുറവ് എന്നുവെച്ചാൽ കൊല്ലത്തേനേക്കാളും കുറവാവുക എന്നുള്ളതാണ് അസ്ല്. കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായി ബോധ്യപ്പെടണം, ഉറപ്പുമാണ്, യക്കീനുമാണ്. അപ്പം അങ്ങനെ യക്കീനില്ലാതെ സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നജിസായി തന്നെ പരിഗണിക്കുകയാണ് വേണ്ടത്. പിന്നെ പറയുന്നത് വൈൻ ഇഷ്തബഹ മാ തജൂസു ബിഹി ത്വഹാറ ബിമാ ലാ തജൂസു ബിഹി. നമുക്ക് ത്വഹാറത്ത് പറ്റുന്ന ഒരു വെള്ളവും പറ്റാത്തൊരു വെള്ളവും തമ്മിൽ എന്തായി? നമ്മൾ കൺഫ്യൂഷനിലായി, ഇഷ്തിബാഹായി. നമുക്ക് ത്വഹാറത്ത് പറ്റുന്ന അനുവദിക്കപ്പെട്ട വെള്ളവും അത് പറ്റാത്ത വെള്ളവും തമ്മിൽ എന്തായി? പരസ്പരത്തിൽ ഏതാണ് പറ്റുന്നത് ഏതാണ് പറ്റാത്തത് എന്നെന്തായി? മാറിപ്പോയി. ഉദാഹരണത്തിന് രണ്ട് വെള്ളം എന്ത് ചെയ്യാണ്? നമ്മൾ ഒരേ പാത്രത്തിൽ ശേഖരിച്ചു വെക്കാം, ഒരേപോലത്തെ രണ്ട് പാത്രങ്ങൾ ശേഖരിച്ചു വെക്കാം. ഇതിലേതാണ് തൊഹൂർ ഏതാണ് ത്വാഹിർ നമുക്ക് മറന്നുപോയി. രണ്ട് പാത്രം ഒരേപോലെ ഉണ്ട്, പക്ഷെ നമുക്കറിയാം ഒന്നേ തൊഹൂറുള്ളൂ, ഒന്ന് ത്വാഹിറാണ് നമുക്കറിയാം. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ലം യതഹറ വയതയമ്മമു ബിലാ ഇറാഖ. അവൻ ചെയ്യേണ്ടത്, അവനത് ഇത് ശരിയായിരിക്കും, ഇതായിരിക്കും തൊഹൂർ എന്ന് വിചാരിച്ചിട്ട് ഒളു എടുക്കല്ല വേണ്ടത്, ഒളു എടുക്കാതിരിക്കുക. അവൻ എന്ത് ചെയ്യണം? തയമ്മും ചെയ്യാം, തയമ്മും ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് കൺഫ്യൂഷനായി, ഇതിലേതാണ് തൊഹൂർ ഏതാണ് ത്വാഹിർ, കൺഫ്യൂഷനായി, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തയമ്മും ചെയ്യുകയാണ് വേണ്ടത്, തയമ്മും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു, മോഷ്ടിച്ചെടുത്ത വെള്ളം അത് നമ്മൾ ഉപയോഗിക്കൽ എന്തല്ല, അനുവദനീയമല്ല, ഹറാമായിട്ടുള്ള ഇനമാണ്. നമ്മൾ ആദ്യം തൊഹൂറിൽ ഒന്നാമത്തെ ഇനം പറഞ്ഞു.
അപ്പോൾ ഒരാൾ മോഷ്ടിച്ചെടുത്ത വെള്ളം ഒരു ക്യാനിലുണ്ടെന്ന് വിചാരിക്കുക. അതേപോലത്തെ വേറൊരു ക്യാനിൽ അയാളുടെ സ്വന്തം കിണറ്റിലെ വെള്ളമുണ്ട്. ഇത് രണ്ടും കൊണ്ടൊരാൾ യാത്ര പോയി. യാത്രക്കിടയിൽ ഇത് രണ്ടും മാറിപ്പോയി. ഇതിലേതാണ് വീട്ടിലത്തെ വെള്ളം, ഏതാണ് മോഷ്ടിച്ചെടുത്തതെന്ന് തിരിച്ചറിയാൻ പറ്റാതായി. അപ്പം എന്താ ചെയ്യേണ്ടത്? യതയമ്മം, അയാൾ തയമ്മും ചെയ്യണം. അയാൾ തയമ്മും ചെയ്യുകയാണ് വേണ്ടത്. ബില ഇറാഖത്തിൻ എന്നുവെച്ചാൽ രണ്ടും ഒഴിച്ചു കളയണമെന്നൊന്നുമില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞ് രണ്ടും ഒഴിച്ച് കളഞ്ഞിട്ട് തയമ്മും ചെയ്യാൻ അങ്ങനത്തെ ആവശ്യമില്ല. അത് വെള്ളം അവിടെ ഉള്ള അവസ്ഥയിൽ തന്നെ നമ്മൾ തയമ്മും ചെയ്യുകയാണ് വേണ്ടത്. ലിഅന്നഹു ഇഷ്തബഹൽ മുബാഹു ബിൽ മഹ്ദൂരി ഫീമാ ലാ തുബീഹുഹു ളറൂറ. ഇവിടെ ഹറാമായിട്ടുള്ളൊരു കാര്യം അനുവദിക്കപ്പെട്ടൊരു കാര്യവുമായി മാറിപ്പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ളറൂറത്തില്ല. ളറൂറത്തുണ്ടെങ്കിൽ എന്തു പറ്റും? ഹറാം ഉപയോഗിക്കാം. ളറൂറത്തുണ്ടെങ്കിൽ ഹറാമായിട്ടുള്ള ഉപയോഗിക്കാം, നേരത്തെ പറഞ്ഞു. പക്ഷെ ഇവിടെ ളറൂറത്തുമില്ല. കമാ ലൗ കാന നജസു ബൗലൻ ഔ കസുറ അദദുൻ നജസി ഔ ഇഷ്തബഹത് ഉഖ്തുഹു ബി അജ്നബിയാത് ഖാലഹു ഫിൽ കാഫി. ഏതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പണ്ഡിതന്മാർ ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളൊരു ഉദാഹരണം, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് ചെയ്തിട്ട് ഒരു സ്ത്രീ മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. ഈ മുലപ്പാൽ കുടിച്ച ബന്ധത്തിൽ ഉള്ള ഉമ്മയിൽ നിന്ന് ഒരു വീട്ടിലെ കുറേ പെൺകുട്ടികൾ അതിലാരൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്? പാല് കുടിച്ചിട്ടുണ്ട്. അപ്പം ആ പാല് കുടിച്ച സ്ത്രീകൾ ഇയാളുടെ സഹോദരിയാണ്. ഇതിലാരൊക്കെയാണ് പാല് കുടിച്ചത് എന്നറിയില്ല, കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ വീട്ടിൽ നിന്ന് ഈ വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതിൽ ഇയാൾക്ക് അനുവദിക്കപ്പെട്ട ഇയാളുടെ സഹോദരി അല്ലാത്ത സ്ത്രീകൾ അതിലുണ്ടാവും. പക്ഷെ അത് ആരാണ് അനുവദിക്കപ്പെട്ടത്, ആരാണ് സ്വന്തം സഹോദരിമാരെന്നുള്ളത് വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെയാണ് ളറൂറത്തുണ്ടോ? ളറൂറത്തില്ല. വേറെ എത്രയോ സ്ത്രീകളുണ്ടല്ലോ, അവരാരെങ്കിലും വിവാഹം കഴിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്തും ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും, നമുക്ക് അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ രണ്ട് വെള്ളങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? മാറിപ്പോയി. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ, കൺഫ്യൂഷനായി കഴിഞ്ഞാൽ, നമ്മൾ രണ്ടും ഉപയോഗിക്കാതെ തയമ്മും ചെയ്യുകയാണ് വേണ്ടത്. അത് കാഫിയിൽ ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നതാണ്. പിന്നെ പറയുന്നത് വയൽസമു മൻ അലിമ ബി നജാസത്തി ഷൈഇൻ യഅലാമ മൻ അറാദ അൻ യസ്തഅമിലഹു. ഒരാളൊരു കാര്യം ഉപയോഗിക്കാൻ പോവാണ്, ഒരു വെള്ളം ഉപയോഗിക്കാൻ പോവാണ്. ആ വെള്ളം അതിൽ നജിസായിട്ടുള്ള നമുക്കറിയാം. അപ്പോൾ അയാൾ ആ നജിസായ വെള്ളം ഉപയോഗിക്കാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അയാളെ അത് അറിയിക്കൽ നിർബന്ധമാണ്. ഈ ഹദീസി അദ്ദീനു നസീഹ. അതെന്ത് ഹദീസിന്റെ അടിസ്ഥാനം? ദീൻ എന്നാൽ നസീഹത്താണ്. നമുക്ക് ആ ഒരു എന്നുവെച്ചാൽ അയാൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാതിരുന്നത് സംഭവിക്കാം. അയാൾ ആ നജിസായ വെള്ളം എന്ത് ചെയ്യും? അതുകൊണ്ട് വുളു ചെയ്യും, ശുദ്ധി വരുത്തും. അപ്പോൾ അയാളുടെ ശുദ്ധി ശരിയാവൂല. ശുദ്ധി ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. ഇങ്ങനെ വലിയ അപകടങ്ങളിലേക്ക് അയാൾ ചെന്ന് വീഴുന്നത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കണ്ടു നിൽക്കരുത്. അയാൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമ്മൾ വിചാരിക്കരുത്. നമ്മളത് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിൻ്റെ ബാബുൽ മിയാഹ് ഒന്നാമത്തെ ബാബ് അവസാനിച്ചു. നമ്മൾ പഠിക്കുമ്പോൾ ചാപ്റ്റർ കഴിയുന്ന പോലെ ഒരു ബാബ് കഴിഞ്ഞു. ആദ്യത്തെ ബാബ് എന്താ? വെള്ളം. ആദ്യത്തെ ബാബ് വെള്ളമാണ്. വെള്ളത്തിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ ഇനം നമ്മൾ പറഞ്ഞു. ആദ്യം വെള്ളത്തിനെ പറ്റി പറയാനുള്ള കാരണം എന്താ? നമുക്ക് വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ശുദ്ധി വരുത്താനുള്ളത്.
ചെറിയ അശുദ്ധിയാണെങ്കിലും വലിയ അശുദ്ധിയാണെങ്കിലും നമുക്കത് ആദ്യം ഏത് വെള്ളമാണ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റുക എന്നറിയാം. ഏത് വെള്ളമാണ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റുക എന്നറിയണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ബാബുൽ മിയാഹ് എന്ന് പേരുള്ള ബാബ് വരുന്നു. അത് കഴിഞ്ഞു. അതിൽ ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തിൻ്റെ 3 ഇനങ്ങൾ: തൊഹൂർ, താഹിർ, നജിസ്. അതിൽ തൊഹൂറിൽ എന്തുണ്ട്? 4 ഇനങ്ങളുണ്ട്. അതിൽ ഓരോന്നിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ തൊഹൂർ താഹിറാകുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ പറഞ്ഞു. 2-3 അവസ്ഥകൾ പറഞ്ഞു. തൊഹൂർ നജിസാകുന്ന എപ്പോഴാണ്, നജിസിൽ തന്നെ കസീറിലും കലീലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് കസീറാവുക, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും അവസാനം പറഞ്ഞത് നജിസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരാളത് ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുകൂടി പറഞ്ഞിട്ട് ആ ഒരു ബാബ് കഴിഞ്ഞു, അവസാനിപ്പിച്ചു. ഇനി അടുത്ത ബാബ് ബാബുൽ ആനിയ. ആനിയ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ. ആനിയ അല്ലെങ്കിൽ അവാനി, പല പാത്രങ്ങൾക്ക് പല രൂപത്തിൽ അറബിയിൽ പറയും. ബാബുൽ ആനിയ. എന്തിനാണ് വെള്ളം കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളെ പറ്റി പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? വെള്ളം നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം? ശേഖരിച്ച് പാത്രങ്ങളില്ല. പാത്രങ്ങളെ പറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? അറിയണം. അടുത്തത് പാത്രങ്ങളെ പറ്റിയിട്ടാണ്. അത് ഈ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്, പരസ്പരം തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ്. വെള്ളം പാത്രങ്ങളിലില്ലാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുമോ? ഇല്ല. അതിങ്ങനെ ഒഴുകുന്നൊരു പദാർത്ഥമായതുകൊണ്ട് തന്നെ ഒരു പാത്രം നമുക്കത് ശേഖരിക്കാൻ ആവശ്യമാണ്. ആ പാത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എല്ലാ പാത്രവും എല്ലാ രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ ചില വിധിവിലക്കുകൾ ഉണ്ട്. ആദ്യം പറയുന്ന മസ്അല യുബാഹു ഇത്തിഖാദു കുല്ലി ഇനാഇൻ താഹിരിൻ വസ്തിഅമാലുഹു വലൗ സമീനൻ. താഹിറായ ഏത് പാത്രവും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ശേഖരിച്ച് നമ്മുടെ കയ്യിൽ എടുത്തു വെക്കാം, നമുക്കത് ഉപയോഗിക്കാം. വലൗ സമീനൻ, എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും. വിലപിടിപ്പുള്ളത് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും പറ്റില്ല, അത് വരുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ എന്താ പറയാ, മരതകോ അല്ലെങ്കിൽ എന്താ പറയാ വജ്രമോ, ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം. ഇങ്ങനത്തെയൊക്കെ വിലപിടിപ്പുള്ള പാത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മുടെ വീട്ടിൽ എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യാം. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇവിടെ ഷർഹിൽ പറയുന്ന ഫീ ഖൗലി ആമ്മത്തി അഹ്ലിൽ ഇൽം, പൊതുവെ എല്ലാ ഉലമാക്കളുടെ അഭിപ്രായം ഇതാണ്. വളരെ ചുരുക്കം ചില ആളുകളെ അത് എതിര് പറഞ്ഞിട്ടുള്ളൂ. ഖാലഹു ഫി ഷർഹുൽ കബീറിൽ ഇങ്ങനെയാണ്, ഇത് ഈ ഒരു ഇത്തിഫാഖ് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ തെളിവ് പറയുന്നത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഇഗ്തസല മിൻ ജഫ്നത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഫ്നത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രം, നമ്മൾ എന്താ പറയാ ചെമ്പ്, അണ്ടാവ് എന്നൊക്കെ പറയാറുണ്ട്. പല നാട്ടിലും പല പേരുകൾ പറയാറുണ്ട്. അങ്ങനെയുള്ള വലിയ പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിട്ടുണ്ട്. അതേപോലെ തവദ്ദഅ മിൻ തൂരിൻ മിൻ സുഫ്രിൻ. സുഫർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, പിച്ചളയോ, അങ്ങനത്തെ ഒരു പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വതൗരിൻ മിൻ ഹിജാറത്തിൻ, കല്ല് കൊണ്ടിട്ടുള്ള ഒരു പാത്രം, കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു വെള്ളം ശേഖരിക്കുന്ന ഒരു ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വുദു ചെയ്തിട്ടുണ്ട്. അതുപോലെ വമിൻ ഖിർബത്തിൻ വ ഇദാവത്തിൻ, എന്നുവെച്ചാൽ ഈ തോല് കൊണ്ടുള്ളതും, അങ്ങനെ പലതരത്തിലുള്ള പാത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിട്ടുണ്ട്. കല്ല്, തോല്, അതുപോലെ തന്നെ വലിയ എന്താ പറയുക മെറ്റല്,
അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള പാത്രങ്ങളിൽ നിന്ന് വുളൂ ചെയ്യുകയും കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഇല്ലാ ആനിയത്തു ദഹബി വൽ ഫിദ്ദ വൽ മുമവ്വഹി ബിഹിമ. ഏതല്ലാതെ എല്ലാം പറ്റും. ഏത് മാത്രം പറ്റൂല? സ്വർണവും വെള്ളിയും. സ്വർണവും വെള്ളിയും. സ്വർണത്തിൻ്റെ പാത്രം, വെള്ളിയുടെ പാത്രം, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല. അതെന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വയ്ക്കാനോ ഭക്ഷണം കഴിക്കാനോ വെറുതെ വീട്ടിൽ ഷോക്കേസിൽ പ്രദർശിപ്പിക്കാനോ ഒന്നിനും പറ്റില്ല. ഒന്നിനും പറ്റില്ല എന്ന് മാത്രമല്ല, വൽ മുമവ്വഹു ബിഹിമ, അത് രണ്ടും പൂശിയത്, സ്വർണം പൂശിയ പാത്രം, ഇരുമ്പിൻ്റെ പാത്രം സ്വർണം പൂശി, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം വെള്ളി പൂശി, അതും പറ്റുകയില്ല, അതും അനുവദനീയമല്ല. ലിമാ റവാ ഹുദൈഫത്തു റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അതാണ് തെളിവായിട്ട് കൊടുക്കുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശ്റബൂ ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദ. നിങ്ങൾ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പാത്രത്തിൽ കുടിക്കരുത്. വലാ തഅ്കുലൂ ഫീ സിഹാഫിഹ. അതിൻ്റെ തളികകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഫഇന്നഹാ ലഹും ഫിദ്ദുന്യാ വലക്കും ഫിൽ ആഖിറ. കാരണം അത് ദുനിയാവിൽ അവർക്കുള്ളതാണ്, ആഖിറത്തിൽ നമുക്കുള്ളതാണ്. ഈമാനില്ലാത്ത ആളുകൾക്ക് ദുനിയാവിൽ അവരത് അങ്ങനെ ചെയ്തോട്ടെ, അതല്ല അവർക്ക് എന്താ പറയുക, അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ദുനിയാവിൽ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു കാര്യം അനുവദിക്കപ്പെട്ടില്ല. നമുക്കത് പരലോകത്ത് ആഖിറത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു അനുഗ്രഹം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതേപോലെ വഖാല, മറ്റൊരു ഹദീസിൽ കാണാം, അല്ലദീ യശ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദ. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കുന്ന ഒരാൾ, ഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം. അവൻ അവൻ്റെ വയറ്റിലേക്ക് ഇറക്കി വിടുന്നത്, വയറിൽ നിറയ്ക്കുന്നത് എന്താ? നരകത്തിൻ്റെ തീയാണ്. നരകത്തിൻ്റെ തീയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുത്തഫഖുൻ അലൈഹിമ. ഈ രണ്ട് ഹദീസുകളും മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളാണ്. പിന്നെ പറയണത് വമാ ഹറുമ ഇസ്തിഅമാലുഹു ഹറുമ ഇത്തിഖാദുഹു അലാ ഹൈഅത്തിൽ ഇസ്തിഅമാലി കത്തംബൂരി. ശ്രദ്ധിക്കണം, പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു മസലയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാൻ പറ്റും, ആഭരണങ്ങൾ. അപ്പോൾ ഇത് വിചാരിച്ചിട്ട് ചില സ്ത്രീകൾ എന്ത് ചെയ്യും, അവരുടെ വീട്ടിൽ ഈ സ്വർണത്തിൻ്റെ തളികകൾ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പകൾ, വെള്ളിയുടെ തളികകൾ, കോപ്പകൾ അവരെന്ത് ചെയ്യാറുണ്ട്, വീട്ടിൽ കരുതാറുണ്ട്, ശേഖരിച്ചു വെക്കാറുണ്ട്. അത് പാടില്ല, അത് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ താക്കീത് ചെയ്യുന്ന വിഷയം, അത് ഉപയോഗിക്കുന്നത് പാടില്ല എന്ന് പറയുമ്പോൾ അത് എടുത്തു വെക്കുന്നത് അതുപോലെ തന്നെ, എടുത്തു വെക്കുന്നതും അതുപോലെ തന്നെയാണ്. വയസ്തവി ഫീ ദാലിക റിജാലു വന്നിസ ലി ഉമൂമിൽ ഖബർ. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബാധകം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും എന്ത് പാടില്ല? സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഉപയോഗിക്കുകയോ എടുത്തു വയ്ക്കുകയോ പാടില്ല. പിന്നെ പറയുന്നു വതസിഹു തഹാറത്തു ബിഹിമാ വബിൽ ഇനാഇൽ മഗ്സൂബ്. ഈ രണ്ട് പാത്രങ്ങൾ കൊണ്ട് ഒരാൾ വുളൂ ചെയ്തു. ഒരാളിപ്പോൾ സ്വർണത്തിൻ്റെ പാത്രം, അതിൽ നിന്ന് വുളൂ ചെയ്യാണ്. വുളൂ ശരിയാകുമോ? ഇവിടെ പറയുന്നത് ശരിയാകും. ഇവിടെ പറയുന്നത് ശരിയാകും. അതേപോലെ തന്നെ വബിൽ ഇനാഇൽ മഗ്സൂബ്, ഒരാൾ മോഷ്ടിച്ചെടുത്ത പാത്രം, അതിലാണ് വെള്ളമുള്ളത്, വുളൂ എടുക്കാനുള്ള വെള്ളം. അങ്ങനെ ആ മോഷ്ടിച്ചെടുത്ത പാത്രത്തിൽ നിന്ന് വുളൂ എടുത്താൽ വുളൂ ശരിയാകുമോ? ശരിയാകും. വുളൂ
ശരിയാകും. ഒരു ഷർഹിൽ പറയാണ് ഹാദാ ഖൗലുൽ ഖിറഖി, ഇത് ഖിറഖിയുടെ ഖൗലാണ്. ഖിറഖി ആരാണെന്ന് നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഹംബലി മദ്ഹബിലെ ആദ്യത്തെ ഒന്നാമത്തെ മത്തിനാണെന്ത്? മുഖ്തസറുൽ ഖിറഖി. മുഖ്തസറുൽ ഖിറഖി ഹംബലി മദ്ഹബിലെ ഒന്നാമത്തെ മത്തന, ആദ്യത്തെ മത്തന. നമ്മൾ പറഞ്ഞില്ലേ മുഗ്നി, നമ്മൾ പറഞ്ഞില്ലേ ഹംബലി മദ്ഹബിലെ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളിൽ ഒന്ന്. ഈ മുഗ്നി ഈ ഖിറഖിയുടെ ഷർഹാണ്, വിശദീകരണമാണ്. മുഖ്തസറുൽ ഖിറഖിയുടെ വിശദീകരണമാണ് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹിയുടെ അൽ മുഗ്നി. അപ്പോൾ ആ മത്തനിൽ അദ്ദേഹം ഈ ഖിറഖി റഹിമഹുള്ള അതിൽ കൊടുക്കുന്ന അഭിപ്രായമാണെന്ത്? ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതേപോലെ തന്നെ മോഷ്ടിച്ചെടുത്തതുമായ പാത്രങ്ങളിൽ വുളൂ ചെയ്താൽ അല്ലെങ്കിൽ ത്വഹാറത്ത് ശുദ്ധി വരുത്തിയാൽ അതെന്താവും? ശരിയാവും, സ്വഹീഹാവും എന്നുള്ള അഭിപ്രായം. ലിഅന്നൽ വുളൂഅ ജറയാനുൽ മാഇ അലൽ വുളൂ ഫലൈസ ബിമഅസിയ ഇന്നമൽ മഅസിയത്തു ഇസ്തിഅമാലുൽ ഇന. ഇവിടെ വുളൂ ചെയ്യുക, ശുദ്ധി വരുത്തുക എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല. തെറ്റായ കാര്യം എന്താ? ആ ഒരു കാര്യം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കുറ്റം ഉണ്ടാവും, അതിൻ്റെ കുറ്റം ഉണ്ടാവും. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ അല്ലെങ്കിൽ തളികകൾ അത് എടുത്തു വെക്കുക എന്നുള്ളതോ ഉപയോഗിക്കുക, അതിൻ്റെ കുറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മോഷ്ടിച്ചതിൻ്റെ കുറ്റം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് വുളൂ എടുത്താൽ വുളൂ ശരിയാവാതിരിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് വയുബാഹു ഇനാഉൻ ബുബ്ബിബ ബിദബ്ബത്തിൻ യസീറത്തിൻ മിനൽ ഫിദ്ദത്തി ലിഗൈരി സീന. ശ്രദ്ധിക്കണം, സ്വർണവും വെള്ളിയും പാത്രങ്ങളിൽ തീരെ പാടില്ല, ഇതാണ് അസ്ല്. ഏതൊഴികെ ഒരു പാത്രത്തിൻ്റെ എന്ത് ചെയ്തു? ഒരു ഭാഗം പൊട്ടിപ്പോയി, ഒരു ഭാഗം പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയ ഭാഗം കണക്ട് ചെയ്യാൻ, അത് വിളക്കി ചേർക്കുക എന്ന് പറയാം. അങ്ങനെ വിളക്കി ചേർക്കാൻ വേണ്ടി ആ പൊട്ടിപ്പോയ ഭാഗത്ത് കുറച്ചെന്ത് ചെയ്യണം? വെള്ളി ചേർക്കുകയാണ്. കുറച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച് വെള്ളി ചേർക്കുക. അങ്ങനെ ഈ പൊട്ടൽ നേരെയാക്കാൻ വേണ്ടി മാത്രം, അലങ്കാരത്തിനല്ല, ഭംഗിക്കോ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഈ പൊട്ടൽ നേരെയാക്കുക. കാരണം വെള്ളിൻ്റെ അത്രയും അതിന് ഉറപ്പ് നൽകുന്ന മറ്റ് ലോഹങ്ങളൊക്കെ കുറവാണ്. അപ്പം അതിനു വേണ്ടി മാത്രം ചെറിയൊരളവിൽ വെള്ളി ഉപയോഗിച്ചാൽ അതെന്ത് ചെയ്തിട്ടുണ്ട്? ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇളവ് പക്ഷേ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിഷയത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുള്ള ഒരേയൊരു വിഷയം, ഒരേയൊരു മസാല ഈ ഒരു മസാല എന്നുവെച്ചാൽ പൊട്ടൽ നേരെയാക്കാൻ വേണ്ടിയിട്ട്, അലങ്കാരത്തിനല്ല. വെറുതെ ഒരു എന്താ പറയുക, ഒരു ഉള്ളതിന് മേലെ ഒരു കോട്ടിങ് കൊടുക്കാനോ അല്ലെങ്കിൽ ഡെക്കറേഷനൊന്നും വേണ്ടിയിട്ടല്ല. ഇത് പൊട്ടൽ കൂട്ടിച്ചേർക്കാൻ, ഇത് വെള്ളി കുറച്ച് ചേർത്താൽ എന്ത് ചെയ്യും? വളരെയധികം അത് ഉപകരിക്കും, സ്ട്രോങ് ആയി നിൽക്കും എന്നുള്ളത് കൊണ്ട്. അതും കുറേയില്ല, ഒരുപാട് വെള്ളിയില്ല, കുറച്ചളവ്, ചെറിയൊരു അളവ്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള പാത്രം ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ള പാത്രം ഉപയോഗിക്കാൻ പറ്റും. ലിമാ റവാ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അതിന്റെ തെളിവ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അന്ന ഖദഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻകസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രം പൊട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം പൊട്ടിപ്പോയി. ഫത്തഖദ മകാന ശഅബി സിൽസിലതൻ മിൻ ഫിദ്ദ. അപ്പോൾ ഈ പൊട്ടിയ ഈ വിടവിൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയുടെ ഒരു ചങ്ങല, ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പൊട്ടിയ ഈ വിടവ് ചേർക്കുന്നത്, കൂട്ടി യോജിപ്പിക്കുന്നത്. ചെറിയൊരു കഷ്ണം, ചെറിയൊരു ഭാഗം അത് വെച്ചിട്ട് ഈ ഒരു എന്ത് ചെയ്തു? പൊട്ടൽ നികത്താണ്, അതിനെ കൂട്ടി യോജിപ്പിക്കാം. അത് റവാഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വർണവും വെള്ളിയും അതും രണ്ടും പൂശിയതും അല്ലാത്ത ബാക്കി എല്ലാ പാത്രങ്ങളും പറ്റും. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും പറ്റും. അത്
മരമോ ഇരുമ്പോ ഗ്ലാസോ ഏതാണെങ്കിലും, എങ്ങനത്തെ പാത്രങ്ങളാണ്, എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും വജ്രമാണെങ്കിലും ഒക്കെ പറ്റും. സ്വർണവും വെള്ളിയും പറ്റൂല. അത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാനോ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാനോ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളത് വെറുതെ എടുത്തു വയ്ക്കുന്നത് പോലും പറ്റില്ല. വെറുതെ എടുത്തു വയ്ക്കുന്നത് പോലും അനുവാദമില്ലാത്ത, അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ. പിന്നെ അതിലാകെ ഇളവുള്ളത് പാത്രങ്ങൾ പൊട്ടിയത് വിളക്കി ചേർക്കാൻ വേണ്ടി ചെറിയൊരളവ് വെള്ളി, അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു അളവ് നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറയുന്നത് ആനിയത്തുൽ കുഫാരി വസിയാബുഹും താഹിറ. അമുസ്ലിമീങ്ങളുടെ പാത്രങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ഇന്നമൽ മുശ്രികൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണ്. മുശ്രിക്കുകൾ നജസാണെങ്കിൽ അവരുടെ പാത്രം വസ്ത്രം ഒക്കെ നജസല്ലേ. ഇവിടെ പറയുന്നത് താഹിറത്തുൻ, താഹിറാണെന്ന് പറയും. ശ്രദ്ധിക്കണേ, ആയത്തിൽ പറയുന്ന നജാസത്ത് പ്രത്യക്ഷത്തിലുള്ള നജാസത്തല്ല. അത് അവരുടെ കൽബിലുള്ള ശിർക്കും കുഫറുമാകുന്ന ആ ഏറ്റവും വലിയ വൃത്തികേടാണ്. അതാണ് ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന നജാസത്ത്. അതല്ലാതെ എല്ലാ മുശ്രിക്കുകളും കാഫറുകളും ശരീരം മൊത്തം നജസുമായി നടക്കുകയാണെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ മൊത്തത്തിൽ അസ്ലെന്താ? ആനിയത്തുൽ കുഫാരി വസിയാബുഹും താഹിറ. അവരുടെ പാത്രങ്ങളും വസ്ത്രങ്ങളും താഹിറത്താണ്. വസ്ത്രങ്ങളും പാത്രങ്ങളും താഹിറത്താണ്. കുറെ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവാഫഹു യഹൂദിയുൻ ബിഖൈബർ, യഹൂദിയുൻ ബിഖുബ്സ് വൈഹാലത്തി സനിഹ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ജൂതനായ വ്യക്തി വിരുന്ന് നൽകിയിട്ടുണ്ട്. ഖുബ്സും അതുപോലെ തന്നെ മറ്റൊരു ഭക്ഷണ പദാർത്ഥം, അതൊരു എണ്ണയൊക്കെ ചേർത്തുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിരുന്നായിട്ട് ആര് കൊടുത്തിട്ടുണ്ട്? ഒരു ജൂതനായ വ്യക്തി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ട്. റവാഹു അഹ്മദ്, അഹ്മദ് ഉദ്ധരിക്കുന്ന സംഭവമാണ്, ഹദീസാണ്. അതേപോലെ തവദ്ദഅ മിൻ മസാദത്തിൻ മുശ്രിക്കത്തിൽ, മുശ്രിക്കത്തായ ഒരു സ്ത്രീയുടെ പാത്രത്തിൽ, വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? വുളു എടുത്തിട്ടുണ്ട്. ഒരു മുശ്രിക്കത്തായ ഒരു സ്ത്രീ, അവൾ എന്ത് ചെയ്യാണ്? എവിടെ നിന്നോ ഒരു നാട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരികയാണ്. ആ സ്ത്രീയുടെ വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? വുളു ചെയ്തിട്ടുണ്ട്. അതേപോലെ തവദ്ദഅ ഉമർ റളിയല്ലാഹു അൻഹു മിൻ ജറത്തിൻ നസ്രാനിയ, നസ്രാനിയത്തായിട്ടുള്ള നസ്രാനി പെണ്ണിന്റെ ഒരു പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ വുളു ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അസ്ല്. ഇതാണ് മൊത്തത്തിൽ പൊതുവിൽ പറയുമ്പോൾ ഇതാണ് അസ്ല്. അവരുടെ വസ്ത്രവും പാത്രങ്ങളൊക്കെ താഹിറാണ്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറയുന്നത് വമൻ യസ്തഹില്ലുൽ മൈതാത്ത് വൻ നജാസാതി മിൻഹും ഫമസ്തഅമലൂഹു മിൻ ആനിയതിഹിം ഫഹുവ നജസുൻ. അവരിൽ ചില ആളുകൾ എന്ത് ചെയ്യും? മൈത്തത്ത്, ശവങ്ങളെ ഹലാലായി കണക്കാക്കുന്ന ആളുകൾ അവരിലുണ്ട്. നജസായിട്ടുള്ള കാര്യങ്ങളെ ഹലാലായിട്ട് കണക്കാക്കുന്ന ആളുകൾ അവരിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുപയോഗിച്ച പാത്രങ്ങൾ അത് നജസാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുപയോഗിച്ച പാത്രങ്ങൾ അത് നജസാണ്. അസ്ല് താഹിറാണ്. പക്ഷെ അവർ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? അവർ പാത്രങ്ങൾക്ക് ഉപയോഗിക്കും. പാത്രങ്ങൾ അത്തരം വൃത്തികെട്ട കാര്യങ്ങൾക്കും എന്ത് ചെയ്യും? ഉപയോഗിക്കും. ഇവിടെ വരുന്നുണ്ട് ഹദീസ് ലിമാ റവാ അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹു. അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഖാല, അദ്ദേഹം പറഞ്ഞു ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ബി അർദി ഖൗമിൻ അഹ്ലി കിതാബ്, ഞങ്ങൾ അഹ്ലു കിതാബുകാരുള്ളൊരു നാട്ടിലെ ജീവിക്കുന്നു.
ഞങ്ങൾ അഹ്ലു കിതാബുകാരുള്ളൊരു നാട്ടിലാണ് ജീവിക്കുന്നത്. അഫനഅ്കുലു ഫീ ആനിയതിഹിം, അപ്പോൾ ഞങ്ങൾ അവരുടെ പാത്രങ്ങളിൽ കഴിച്ചോട്ടെ? അനുവാദം ചോദിക്കും. അവരുടെ പാത്രങ്ങളിൽ ഞങ്ങൾ കഴിച്ചോട്ടെ. അപ്പം എന്താ പറഞ്ഞു നബി പറഞ്ഞത്? ഖാല ലാ തഅ്കുലൂ ഫീഹാ ഇല്ലാ അല്ലാ തജിദൂ ഗൈറഹാ, നീ അതിൽ കഴിക്കരുത്, അതല്ലാതെ വേറൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം. അതല്ലാതെ വേറൊന്നും കിട്ടിയില്ലെങ്കിൽ നീ കഴിച്ചോ, അല്ലെങ്കിൽ നീ കഴിക്കരുത്. നീ കഴിക്കുകയാണെങ്കിൽ എങ്ങനെ കഴിക്കേണ്ടത്? ഫഗ്സിലൂഹാ സുമ്മ കുലൂ ഫീഹാ, നിനക്ക് അതല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നീ കഴുകിയിട്ട് എന്ത് ചെയ്യണം? സുമ്മ കുലൂ ഫീഹാ, എന്നിട്ട് നീ കഴിച്ചോ, കഴുകിയിട്ട് കഴിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? അനുവാദം കൊടുക്കുക. അപ്പം അസ്ല് താഹിറാണെങ്കിലും അവർ നജസായിട്ടുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരത് ഹലാലായിട്ടൊക്കെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരത് അതിനുവേണ്ടി ഉപയോഗിച്ചു കൂടായികയില്ല. അപ്പം അങ്ങനെ അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഉപയോഗിക്കാൻ വളരെയധികം സാധ്യത തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതെന്ത് ചെയ്യുക? ഉപയോഗിക്കണമെന്ന് ഒരു സാഹചര്യം, ഒരു ഇതുപോലത്തെ അതല്ലാതെ നമുക്കൊന്നും കിട്ടാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ കഴുകി എന്ത് ചെയ്യുക? ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുത്തഫഖുൻ അലൈഹി, അത് ബുഖാരി മുസ്ലിമിലുള്ള ഹദീസാണ്. വമാ നസജൂഹു ഔ സബഗൂഹു ഔ അലാ മിൻ സിയാബിഹിം ഫഹുവ താഹിറുൻ, അവര് തുന്നിയ വസ്ത്രം, അവര് എന്താ പറയുക, നെയ്തെടുത്ത വസ്ത്രം. നമ്മളിടുന്ന പല വസ്ത്രങ്ങളും അത് എവിടെ നിന്നാണത് പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്നത്? എല്ലാ മുസ്ലിമീങ്ങളാ? അല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഫഹുവ താഹിർ, അതൊക്കെ താഹിറാണ്, അതൊക്കെ താഹിർ തന്നെയാണ്. വമാ ലാഖ ഔറാത്തിഹിം, അവരുടെ ഔറത്തുകളെ അതുമായിട്ട് കണക്ഷൻ തട്ടുന്ന, കൂട്ടിമുട്ടുന്ന വസ്ത്രമാണെങ്കിൽ പോലും, അവരുടെ വസ്ത്രങ്ങളെ ഇപ്പോൾ ഒരാൾ മുണ്ടുടുക്കുകയാണ്, മുണ്ടുടുത്ത് അത് അയാൾ ഉടുത്തതാണ്, ഒരു അമുസ്ലിമായ ഒരു വ്യക്തി ഉടുത്തതാണ്, സ്വാഭാവികമായിട്ടും അയാളുടെ ഔറത്തിലേക്ക് തട്ടിയിട്ടുണ്ടാവും, വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, താഹിറല്ലാതാവോ? ഇല്ല, അസ്ല് താഹിറാണെന്നുള്ളതാണ്, അസ്ല് താഹിറാണെന്നുള്ളതാണ്. ഫഖാല അഹ്മദ്, അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്ന അഹബ്ബു ഇലയ്യ അൻ യുഈദ ഇദാ സല്ലാ ഫീഹാ. പക്ഷെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്ക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത് എന്താ വെച്ചാൽ, ഒരാൾ അമുസ്ലിമായൊരു വ്യക്തിയുടെ ഔറത്തിൽ നേരിട്ട് തട്ടുന്നൊരു വസ്ത്രത്തിൽ നിസ്കരിച്ചാൽ അത് വീണ്ടും മടക്കി നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ബിസ്മില്ലാഹ്. പറഞ്ഞു നിർത്തിയത്, അമുസ്ലിമായ ഒരു വ്യക്തിയുടെ വസ്ത്രം, അവരുടെ ഔറത്ത് അതുമായി തട്ടുന്ന, നേരിട്ട് മറയില്ലാതെ തട്ടുന്ന തരത്തിലുള്ള വസ്ത്രം അത് ധരിക്കുക എന്നുള്ളത് താഹിറാണെങ്കിൽ കൂടെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് അത് അദ്ദേഹത്തിനൊരു തൃപ്തികരമല്ലാത്തതുപോലെ അദ്ദേഹം പറയുന്നത്, ഒരാളങ്ങനെ അത് വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ മടക്കി നിസ്കരിക്കലാണ്, മറ്റൊരു വസ്ത്രം ധരിച്ച് വീണ്ടും നിസ്കരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്ന് വെച്ചാൽ നിർബന്ധമാണെന്ന് പറയല്ല, പക്ഷെ എനിക്കതാണ് ഞാൻ കൂടുതൽ ഖൈറായി മനസ്സിലാക്കുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്കറിയാലോ, ഒരു എന്താ പറയുക, മൂത്രമൊഴിക്കുന്ന വിഷയത്തിലാണെങ്കിലും അങ്ങനത്തെ പല കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നജസ്സുകളാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് എന്ത് പറഞ്ഞത്, അങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ നിസ്കാരം മടക്കി നിസ്കരിക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാനുള്ള കാരണം അതാണ്. ഇല്ലില്ല, തൊട്ടാലൊന്നും മുറിയില്ല.
പിന്നെ പറയുന്നു വലാ യൻജുസു ഷൈഉൻ ബിശക്കി മാലം തഅലം നജാസത്തു ലിഅന്നൽ അസ്ല ത്വഹാറ. ഒരു കാര്യത്തിൻ്റെ അതിൽ നമുക്ക് നജസ് നമുക്ക് അറിയില്ല, അതിൽ നജസായത് നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ത്വാഹിറാണ്. ഒരു കാര്യത്തിൽ നജസുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് എന്തായിട്ട് കണക്കാക്കും? ത്വാഹിറായിട്ട് കണക്കാക്കും. കാരണം അസ്ലെന്നുള്ളത് ത്വഹാറത്ത്, അസ്ലെന്നുള്ളത് ത്വഹാറത്താണ്. പലർക്കും എന്താ പറയുക, ഒരുപാട് വസ്വാസുകൾ ഉണ്ടാവുന്നൊരു വിഷയമാണെന്ത്? നജസിൻ്റെ വിഷയം. പ്രത്യേകിച്ച് ഈ വീട്ടിൽ ചെറിയ മൂത്രം ഒഴിക്കുന്ന അങ്ങനത്തെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ തന്നെ നിസ്കരിക്കൂല, എവിടെയെങ്കിലും നിസ്കരിക്കാൻ അവിടെ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മൂത്രത്തിൻ്റെ നിറമോ മണമോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ വെള്ളം അതിൻ്റെ കെട്ടിക്കിടക്കുന്ന കാണുക, അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിസ്കരിക്കാതിരുന്നാൽ മതി. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ അസ്ല് ത്വഹാറത്താണ്, അസ്ല് ത്വാഹിറാണെന്നുള്ളതാണ്. നജസ് ഉണ്ടെന്ന് ഉറപ്പ് വരുമ്പോഴേ നജസായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. നജസ് ഉണ്ടെന്ന് ഉറപ്പ് വരുമ്പോഴേ, സംശയത്തിൽ എന്താവരുത്, സംശയം തോന്നിക്കഴിഞ്ഞാൽ നജസായിട്ട് കണക്കാക്കുക. സംശയം തോന്നിക്കഴിഞ്ഞാൽ നജസായിട്ട് കണക്കാക്കരുത്. ഉറപ്പ് വേണം നജസാണ്, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നജസായിട്ട് കണക്കാക്കിയാൽ മതി. അല്ലെങ്കിൽ ത്വാഹിറായിട്ട് തന്നെ കണക്കാക്കുക. പിന്നെ പറയുന്ന വിഷയം ഏകദേശം കഴിയാനായി, വേഗത്തിൽ അവസാനിപ്പിക്കാം. വഇദമുൽ മൈതത്തി വഖർനുഹ വഗുഫ്റുഹ വഹാഫിറുഹ വഅസബുഹ വജിൽദുഹ നജിസുൻ. ഈ മൈത്തത്ത് പറഞ്ഞാൽ നമ്മൾ അറുക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ ജീവികൾ, അറുക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണം ആട്, നമുക്ക് അറുത്ത് കഴിഞ്ഞാൽ അതിനെ ഭക്ഷിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അറുക്കുന്നതിന് മുമ്പേ അതെന്ത് ചെയ്തു, രോഗം ബാധിച്ചിട്ടോ ഒക്കെ അത് ചത്തുപോയി ആട്. അങ്ങനെയുള്ള ജീവികൾ മൈത്തത്താണ്. നമ്മൾ പറയുന്നത് ഐദമുൽ മൈത്ത, അതിൻ്റെ എല്ല്, വഖർനുഹ അതിൻ്റെ കൊമ്പ്, വഗുഫ്റുഹ അതിൻ്റെ നഖം, വഹാഫിറുഹ അതിൻ്റെ കുളമ്പ്, വഅസബുഹ അസബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മലയാളത്തിൽ മജ്ജ എന്നൊക്കെ പറയും, ജിൽദുഹ അതിൻ്റെ തോല്, ഇതൊക്കെയും നജസാണ്. ഇതെല്ലാം നജസാണ്. വലാ യത്ഹുറു ബിദ്ദിബാഗ്, ദിബാഗ് കൊണ്ട് അത് ത്വാഹിറാവുകയില്ല. അത് ഖിലാഫുള്ള വിഷയമാണ്. അതായത് തോല് ഊറക്കിടാന്ന് പറയും മലയാളത്തിൽ. ഒരു ജീവിയുടെ തോല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ശുദ്ധിയാക്കുന്നൊരു പ്രക്രിയയുണ്ട്, ഒരു പ്രോസസ്സുണ്ട്. അതിന് ദിബാഗ് എന്ന് പറയാം. മലയാളത്തിൽ ഊറക്കിടാന്ന് പറയാറുണ്ട്. അങ്ങനെ ഇട്ടാലും അങ്ങനെ ആ പ്രോസസ്സിലൂടെ കടന്നു പോയാലും അത് ത്വാഹിറാവൂല. എന്താണെങ്കിൽ മൈത്തത്തിൻ്റെ തോലാണെങ്കിൽ വൃത്തിയാവൂല എന്നത് അത് ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ ഖിലാഫുണ്ട്. ബാക്കിയുള്ളതൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത വിഷയമാണ്. എല്ല്, കൊമ്പ്, അതുപോലെ തന്നെ കുളമ്പ്, മജ്ജ, ഇതൊക്കെ. പക്ഷെ തോലിൻ്റെ വിഷയത്തിൽ, കാരണം അത് എടുക്കാൻ പറ്റും, അത് ത്വാഹിറാകും എന്ന രൂപത്തിൽ അറിയിക്കുന്ന ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ തീരെ എടുക്കാൻ പാടില്ല എന്നറിയിക്കുന്ന രൂപത്തിലുള്ള ഹദീസുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് അത് മൈത്തത്താണെങ്കിൽ തോലും എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ. തോലും നജിസ് തന്നെയാണ്. അത് ദിബാഗ് ചെയ്താൽ ഊറക്കിട്ടാലും അത് നജിസ് തന്നെയാണ്.
ഇവിടെ പറഞ്ഞത് ഫി വാഹിരിൽ മദ്ഹബ്. എന്നുവെച്ചാൽ മദ്ഹബിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ മദ്ഹബിൽ അഭിപ്രായമായിട്ട് കാണുന്നത് ഇതാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അഭിപ്രായം പറ്റുന്ന ദിബാഗ് ചെയ്താൽ താഹിറാകും എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. ഖിലാഫുള്ള വിഷയം. ലിഖൗലിഹി തആല, അതിനുള്ള കാരണം അള്ളാഹു പറഞ്ഞു ഹുർരിമത് അലൈക്കുമുൽ മൈത്ത, നിങ്ങളുടെ മേൽ മൈത്തത്ത് ശവം ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. വൽ ജിൽദു ജുസ്ഉം മിൻഹ, അപ്പം അതിൻ്റെ ശവത്തിൽപ്പെട്ട തന്നെയാണ് എന്ത്, തോലെന്നുള്ളത്. തോലെന്നുള്ളത് അതിൽപ്പെട്ട തന്നെയാണ്. ഒരു ഹദീസ് കൂടെ ആ വിഷയത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അർവാ അഹ്മദ് അൻ യഹ്യ ഇബ്നു സഈദ് അൻ ശുഅബ അനിൽ ഹക്കം അൻ ഇബ്നു അബി ലൈല അൻ അബ്ദുല്ലാഹി ഇബ്നു ഉഖൈം റളിയല്ലാഹു അൻഹു ഖാല ഖുരിഅ അലൈനാ കിതാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അർളി ജുഹൈന. അബ്ദുല്ലാഹി ഇബ്നു ഉഖൈം റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ജുഹൈന എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തയച്ചൊരു കത്ത് അത് ഞങ്ങളുടെ അടുക്കൽ വെച്ച് ഉറക്കെ വായിക്കപ്പെട്ടു. അന ഗുലാമുൻ ഷാബ്, ഞാനന്ന് ചെറിയൊരു ചെറുപ്പക്കാരനാണ്, ചെറിയൊരു കുട്ടിയാണ്. എന്താണ് ആ അതിലുള്ളൊരു എഴുത്തെന്താ, ആ ഒരു എഴുത്തിലുള്ള ഒരു കൽപ്പന, അല്ലാ തൻതഫിഉ മിനൽ മൈത്തത്തി ബിഇഹാബിൻ വലാ അസബിൻ. മൈത്തത്താണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യരുത്, ഒരു ഉപകാരം എടുക്കരുത്. ഊറക്കിട്ടിട്ടോ അല്ലാനിട്ടോ ഒന്നും എന്ത് ചെയ്യരുത്, അതിൽ നിന്നൊരു ഉപകാരവും എടുക്കരുത് എന്നാണ് എന്തിലുള്ളത്, ആ ഒരു കത്തിലുള്ള ഒരു കൽപ്പന ഏതാണ്. അപ്പം ഈ ഹദീസിനെ പറ്റി ഇവിടെ കൊടുക്കുക. ഖാല അഹ്മദ്, ഇമാം അഹ്മദ് റഹിമുള്ള പറയാണ്, മാ അസ്ലഹ ഇസ്നാദുഹു, ഈ ഹദീസിന്റെ സനദ് എത്ര നല്ല സനദാണ്, എത്ര നല്ല സനദാണ് എന്ന് ഈ ഹദീസിനെ പറ്റി ഇമാം അഹ്മദ് റഹിമുള്ള പുകഴ്ത്തി പറയാം. ഈ ഹദീസിനെ പറ്റി ഇമാം അഹ്മദ് പുകഴ്ത്തി പറയാം. എന്നുവെച്ചാൽ ഈ വിഷയത്തിലുള്ള മറ്റ് ഹദീസുകളെക്കാളും കൂടുതൽ നല്ല ഹദീസ് ഈ ഹദീസാണ് എന്ന് ഇമാം അഹ്മദ് റഹിമുള്ള പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിനെപ്പറ്റി അടുത്ത ആഴ്ചയിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനനുസരിച്ച് നല്ല മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.